ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സാമണ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് സാമണ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഒണ്ടാരിയോയിൽ ഇപ്പോൾ സാമണ പിടിക്കാൻ പറ്റുന്ന സീസണാണ്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണാറുണ്ടാവായിരിക്കും, ഈ വെള്ളത്തിന് മുകളിൽ കൂടെ സാൽമൺ ഇങ്ങനെ ചാടുന്ന ടൈപ്പ് കുറച്ച് വീഡിയോസൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാമണ പിടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫിഷിങ്ങിന് ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മീനെ പിടിക്കാനൊക്കെ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു മീൻ അങ്ങനെ എങ്ങാണ്ട് റേഷ്യോ ഒക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെ എന്തോ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് പിടിക്കാൻ പോയപ്പോൾ അവർ കൊണ്ടു തന്നതാണ് ഒരു മീനെ. അപ്പോൾ ഞങ്ങൾ അത് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാൻ പോകുന്നതാണിത്. അപ്പോൾ നമുക്കറിയാം, ഈ ഫ്രഷ് ആയിട്ടുള്ള മീനെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ മേളുഭാഗം കുറച്ചിങ്ങനെ ഒരു തെന്നി പോകുന്ന ടൈപ്പ് ഒരു ഉളുമ്പ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കത്തി കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് നല്ല മൂർച്ചയുള്ള കത്തി എടുത്തുനിന്നാണ് പിന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. തൊലിയോടുകൂടി കഴിക്കുന്നവരുണ്ടാവും, പക്ഷെ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കാറ് തൊലി കളഞ്ഞ് അതിൻ്റെ ആ ദശഭാഗം മാത്രമാണ് എടുക്കാറ്. അത് മുള്ളിൻ്റെ മേളുഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ നമ്മളതിൻ്റെ തൊലി കളയുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ആണുമീനാന്ന് തോന്നുന്നു. കാരണം ഈ മീൻ നമ്മുടെ മീൻ മുട്ട കാണുന്നില്ല, ഇങ്ങനത്തെ ഒരു പനിഞ്ഞീം പോലത്തെ ഒരു സാധനമാണ് കാണുന്നത്. സാധാരണ സാമൻ്റെ മുട്ട എന്ന് പറഞ്ഞാൽ ഒരു സാക്കിൻ്റെ അകത്ത് കുഞ്ഞു 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 ബോൾസ് പോലെയാണ് സാധാരണ സാമൻ്റെ മുട്ട ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സാധനമാണത്. ഒത്തിരി ഒമേഗ 3 നമ്മുടെ ഫിഷ് ഓയിലില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഈ റബ്ബർ പോലെയൊക്കെ ആവും ആ സാമൻ്റെ മുട്ട, മറ്റേ ആ ബോൾസ് പോലെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചില വീഡിയോസിൽ കണ്ടിരുന്നു ആൾക്കാരത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മുടെ മുട്ട പൊരിക്കുന്ന മാതിരി, നമ്മുടെ സാധാരണ മുട്ട പൊരിക്കുന്ന മാതിരി ഓംലെറ്റൊക്കെ പോലെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ശരിക്കും നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ ഒരു എഗ് യോക്ക് പോലെ കിട്ടുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫിഷ് ഓയിലിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കിയായിരുന്നു. കാരണം ഹെൽത്തിന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ മീൻ ആൺമീനാണെന്ന് തോന്നുന്നത്. കാരണം അങ്ങനത്തെ മുട്ടയല്ല ഇതിന് കാണുന്നത്, മീൻ മുട്ട പോലത്തെയല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് കഷ്ടപ്പെട്ട് നന്നാക്കുന്നത്. കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു നന്നാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് മുറിച്ച് വലിയ ശീലമില്ലാത്ത കാരണം കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ തല ആദ്യം നമ്മൾ വെട്ടി മുറിച്ച് മാറ്റി വെച്ചു. അപ്പോൾ തല എടുത്തതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ആ വയറ്റിലുള്ള കുടലും സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോന്നു. പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വാലിൻ്റെ ഭാഗത്തുനിന്ന് മുറിച്ച് മാറ്റി, പിന്നെ മേളുഭാഗം രണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ടാണ് അതിൻ്റെ തൊലി കളയാൻ പോകുന്നത്. ഇതിൻ്റെ ചെതമ്പൽ ഇപ്പോൾ തൊലി കളയാതെ ചെതമ്പൽ കളയാമെന്ന് വിചാരിച്ചാലും ചെതമ്പലിന് നല്ല കട്ടിയുണ്ട്, നല്ല വലിപ്പമുള്ള ചെതമ്പലുകളാണ്. ഭയങ്കര പാടാണ് നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലും എളുപ്പം കുറച്ചും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒരു സൈഡ് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെൻറ്ററിലുള്ള വലിയ മുള്ള് മുറിച്ച് മാറ്റുന്നതാണ് ആ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പീസസ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യാമെന്ന് വെച്ചാൽ ചിലർ അച്ചാറിട്ട് വെക്കും. കാരണം നമ്മുടെ തുണ്ടൻ പീസുകളായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ചിലരത് അച്ചാറിടും. പിന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് ഫ്രീസറൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളയാനായിട്ട് എടുക്കുന്നത്. കുറച്ച് കണ്ടിച്ചിട്ട് പിന്നെ ആ കത്തി വെച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് അങ്ങ് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും എളുപ്പത്തിൽ ചെയ്തെടുക്കണമെങ്കിൽ ആ കത്തിക്ക് അതുപോലെ മൂർച്ച വേണം കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തിയും കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മൂർച്ച കുറവുള്ള കത്തിയാണെങ്കിൽ കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്. പിന്നെ സൈഡിലെ മുള്ളും മുറിച്ച് കളഞ്ഞ് ഇതിൻ്റെ എടുത്തപ്പോൾ തുമ്പത്തുള്ള കുറച്ച് ഒരു മീനല്ല, തുമ്പത്തുള്ള കുറച്ച് ആ ദശേമ തൊലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പയ്യെ ചെത്തി മാറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പീസുകളും അതുപോലെ തന്നെ ആ തൊലിയിൽ നിന്ന് വിടിയിച്ചെടുക്കുകയാണ്. ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ പോകുന്നായിരുന്നു കേട്ടോ ഈ പീസ്. അങ്ങനെ എല്ലാ പീസും അങ്ങനത്തെ നമ്മുടെ മേളുഭാഗം താഴ്ഭാഗവും അങ്ങനത്തെ എല്ലാ പീസുകളും നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന്, അപ്പോൾ അച്ചാറിടാനാണെങ്കിൽ അച്ചാറിൻ്റെ സൈസിൽ, അല്ലെങ്കിൽ കറിക്കാണെങ്കിൽ കറിക്കുള്ള സൈസിലായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ അച്ചാറിട്ട് വെക്കുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം വിചാരിച്ചു അച്ചാർ വേണ്ട, നമുക്ക് കറി ഉണ്ടാക്കാനും വറുക്കാനായിട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു.
ഇത് വയറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മുറിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം മുറിച്ചെടുത്തപ്പോൾ വയറിൻ്റെ ഒരു സൈഡ് എടുത്ത് ആദ്യം മുറിച്ച് മാറ്റി വെച്ചില്ലേ, ആ ഭാഗമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ നമ്മൾ അച്ചാറിടാനാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഭാഗമൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം. കാരണം നമ്മൾ മാക്സിമം മുള്ളുള്ള പീസുകൾ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പീസൊക്കെ നമ്മൾ നുറുക്കുമ്പോൾ തന്നെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഈ സാമൻ്റെ തല നമ്മൾ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 2-3 ടൈപ്പ് സാമൺ ഉണ്ടല്ലോ. അതിൽ ഇപ്പോൾ നമ്മൾ ഈ ലേക്കിൽ നിന്ന് പിടിക്കുന്ന സാമൻ്റെ തല ഉപയോഗിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും തല എടുത്തിട്ടില്ല. തല നമ്മൾ ഗാർബേജിൽ കളയാണ് ചെയ്തത്. നമ്മളല്ലാതെയുള്ള ദശ പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നുറുക്കി എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഒരു എന്താണ് പറയണ്ടേ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ കവറുകളിലാക്കിയിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ചെടുത്ത് വറക്കുകയും കറി വയ്ക്കുകയും ചെയ്തു. പിന്നെ ഇനി ഒരു 3 ട്രിപ്പും കൂടെ കറി വയ്ക്കാനുള്ളത് സെപ്പറേറ്റ് ബാഗിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സാമൺ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മീൻ പിടിക്കാനും കഴിക്കാനും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോയി എടുത്ത് ഈ ഒരു സീസണിൽ നമ്മൾ പോയി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് വിൻ്ററിലേക്കുള്ള ഫുൾ ഫിഷും നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള മീനും കൂടിയാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കണ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതായത് നമ്മളിത് നുറുക്കി വെച്ചേക്കണ പീസസാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു സൈസിലാണ് കേട്ടോ ഈ മീനുകൾ നുറുക്കി വെച്ചേക്കുന്നത്. ഇനി അത് എന്നിട്ട് കവറിൽ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞാൻ ഇപ്പം നമ്മൾ പനിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാധനം കൂടെ ഞാൻ എടുത്തായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തിട്ട് നമ്മുടെ സാധാ മീനിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതും കൂടെ എടുത്ത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ മീനുകൾ എന്തോരം ഉണ്ടെന്നൊന്ന് തൂക്കിയൊക്കെ നോക്കാം. കാരണം ഒരു മീൻ കട്ട് ചെയ്താൽ അത് എത്രമാത്രം വെയിറ്റ് വരുമെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ നുറുക്കി റെഡിയാക്കിയ സാമൺ ഇത്രയും കേട്ടോ. നമ്മൾ തലയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെയിറ്റ് എന്തോരം ഉണ്ടെന്ന് നോക്കി നോക്കാം. 3930 കിലോഗ്രാമാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ്. മീറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ മുട്ടയെന്നൊന്നും അതിൻ്റെ ഒരു പീസും തലയും വാലും തൊലിയും ഒന്നുമില്ലാതെ ഉള്ള വെയിറ്റാണ് ഈ കാണുന്നത്.